ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഫ്രീ ഫയറിലെ ഏറ്റവും ബെസ്റ്റ് 3 ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ പ്ലെയേഴ്സ്. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഗൈസ്. റാങ്ക് പുഷ് ചെയ്യാനും സ്നൈപ്പേഴ്സിനും ഹെഡ് ഷോട്ട് മാത്രം അടിക്കുന്നവർക്കും ഏറ്റവും ബെസ്റ്റ് പറ്റിയ 3 ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ മൂന്നാമത്തേത് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുറച്ച് ആൾക്കാർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക, ആൻഡ് ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്കും ചെയ്ത് വെച്ചേക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ക്യാരക്ടറിൽ പോയിട്ട് നമ്മൾ റേ ക്യാരക്ടറാണ് ഗൈസ്, സ്നൈപ്പറിന് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ ഗൈസ്, നമ്മളിപ്പോൾ ഈ റേ കയറെന്ന് വെച്ചാൽ ജസ്റ്റ് ടാർഗറ്റ് ചെയ്യാനും പറ്റും. നമ്മൾ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഗൈസ് അതിൻ്റെ കൂടൊപ്പം തന്നെ ഇതും ചെയ്യാൻ പറ്റും. സ്നൈപ്പർ എടുത്ത് കുറച്ച് ഡാമേജ് കൊടുത്താൽ തന്നെ അവർ ഡെഡാവും. കാരണം 20 HP ആയിക്കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ സ്കില്ല് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ മേത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 20 HP ആയിക്കഴിഞ്ഞാൽ അപ്പാടും ക്ലോസ് ആയി പോകും അവർ. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഫസ്റ്റത്തത്. പിന്നെ സെക്കൻഡത്തത് റാങ്ക് പുഷിങ്ങിന് വേണ്ടിയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ്. CS റാങ്ക്ഡും ബേസ് ചെയ്തിട്ടുണ്ട്, BR റാങ്ക്ഡും ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CS റാങ്ക്ഡിൽ വേണ്ടിയിട്ട് 2 ആൾക്കാർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റത്തതെന്ന് വെച്ചാൽ ഓസ്കാറാണ് ഗൈസ്. ഓസ്കാർ എന്ന് വെച്ചാൽ വാലന്റൈൻ ഡാഷാണ് അവൻ്റെ പവർ. അത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഒരു മിനിറ്റ്, ഓസ്കാർ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് റഷ് ചെയ്തിട്ട് അവരുടെ വേണമെങ്കിൽ കൊല്ലാനും പറ്റും. പിന്നെ നമുക്ക് സേഫ്റ്റി വേണമെങ്കിൽ ജസ്റ്റ് ലൈക്ക് തത്സൂയ. പക്ഷേ ഇതിന് സ്പെഷ്യൽ കഴിവുണ്ട്, നമുക്ക് ഡാമേജ് കൊടുക്കാൻ പറ്റും 25, ജസ്റ്റ് ലൈക്ക് ഹോമർ. ഡാമേജ് കൊടുക്കാനും പറ്റും. പിന്നെ ഗ്ലൂ വാൾ ബ്രേക്ക് ചെയ്യാനും പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ രണ്ടാമത്തെ ക്യാരക്ടറാണ് ഓറിയോൺ ആണെങ്കിൽ ഗൈസ് ഒരു മിനിറ്റ്, ഇവനെന്തിനും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്, റിജക്റ്റ്. ഓക്കെ ഗൈസ്, ഓറിയോൺ ആണെങ്കിൽ നമുക്കൊരു ഷീൽഡായിട്ട് പ്രൊട്ടക്റ്റും കൂടെ ചെയ്യും. നമുക്ക് കൊള്ളുക പോലുമില്ല, നമ്മളൊരു ബോളായിട്ട് മാറും വിത്ത് ഭയങ്കര ഷീൽഡ്. അത് പൊട്ടുക പോലുമില്ല ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ ഷീൽഡായിക്കൊണ്ടിരുന്നാലല്ലേ ഗൈസ് എനിമീസിന് നമ്മളെ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഗൈസ് CS-ലുള്ളത്. ഇനി BR ബേസ് ചെയ്തിട്ടുള്ള 2 ബെസ്റ്റ്, എനിക്ക് തോന്നിയ 2 ബെസ്റ്റ് ക്യാരക്ടേഴ്സ്, ഒന്ന് മോർസാണ് ഗൈസ്. മോർസാണ് സ്റ്റെൽത്ത് മോഡ് പോയാൽ നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് പോകും, പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഈസിലി രക്ഷപ്പെടാം. വന്നിട്ട് ടാർഗറ്റിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ സർപ്രൈസ് കൊടുത്ത് നമുക്ക് വേഗം അടിച്ചിടാം. അങ്ങനെ ഒരു കഴിവും കൂടെയുണ്ട് മോർസിന്. പിന്നെ നമുക്ക് പറയാനുള്ളത് ക്ലൂ ആണ് ഗൈസ്. ക്ലൂ എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇത് ചെയ്യാം, ട്രാക്ക് ചെയ്യാം, അടുത്ത എനിമീസ് ഉണ്ടോ എന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഇനി മൂന്നാമത്തെ ക്യാരക്ടർ. BR നമുക്ക് 3 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. മൂന്നാമത്തതെന്ന് വെച്ചാൽ ഗൈസ് വൂൾഫർ അല്ലല്ലോ, മറ്റേ അവൻ്റെ പേരെന്തായിരുന്നു? ഗൈസ് സ്കൈലർ കൊണ്ട് നമുക്ക് ഇവനെ പോലെ തന്നെയാണ്, ഓസ്കാറിനെ പോലെ തന്നെയാണ്, നമുക്ക് ഗ്ലൂ ബ്രേക്ക് ചെയ്ത് അവനെ വേഗം തന്നെ അടിച്ചിടാം. ഇതാണ് സ്കൈലർ. പക്ഷെ ഇപ്പോൾ ആരും സ്കൈലർ ഉപയോഗിക്കുന്നത് കാണുന്ന തന്നെയില്ലേ. സ്കൈലർ വേസ്റ്റായി പോയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നിങ്ങൾക്ക് സ്കൈലറിന് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, സ്കൈലർ ഇഷ്ടമാണോ എന്ന്. പിന്നെ ഗൈസ് അവസാനം ഏറ്റവും ബെസ്റ്റ് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് ഗൈസ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൻ്റെ സെൻസിറ്റിവിറ്റിയും ഞാൻ ഇതിൽ തന്നെ പറയാൻ പോകുന്നത് ഗൈസ്. ഇതിനെ കൊണ്ടാണ് ഞാൻ ഹെഡ് ഷോട്ടെല്ലാം അടിക്കുന്നത്. അപ്പോൾ ഗൈസ്
ഫസ്റ്റ് നമ്മൾ വൂൾഫറയാണ് വരുന്നത് ലൈം ലൈറ്റ്. അപ്പോൾ നമ്മളെ ടീംമേറ്റ് ഇപ്പം നമ്മളുടെ കാണുന്നുണ്ടെങ്കിൽ ഈ സ്കില്ല് ആക്ടിവേറ്റ് ആവും. ഈ സ്കില്ല് ആക്ടിവേറ്റ് ആയാൽ നമ്മൾ ഹെഡ് ഷോട്ട് അടിക്കുമ്പോൾ നമ്മളുടെ ഹെഡ് ഷോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഡാമേജ് ഇൻക്രീസ് ആവും. ഹെഡ് ഷോട്ട് കൊടുക്കുമ്പോൾ ഗൈസ് അതാണ് ഇതിൻ്റെ മെയിൻ പവർ. പിന്നെ ഇതൊക്കെയാണ് ഗൈസ് നമ്മളുടെ ക്യാരക്ടേഴ്സ്, ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഫോർ സ്നൈപ്പർ പ്ലേയേഴ്സ്, ഫോർ CS ആൻഡ് BR റാങ്ക് പുഷേഴ്സ്, പിന്നെ ഹെഡ് ഷോട്ട് അടിക്കുന്നവർക്കും കൂടെ. ഇനി നമ്മളുടെ സെൻസിറ്റിവിറ്റി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബെസ്റ്റ് സെൻസിറ്റിവിറ്റി വേണമെങ്കിൽ ഇതങ്ങ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ജനറൽ 188, റെഡ് ഡോട്ട് 184, ബാക്കിയെല്ലാം ഫുള്ള് 200 കൊടുക്കുക. ഇതാണ് ഗൈസ് ഞാൻ ഹെഡ് ഷോട്ട് അടിക്കാൻ ഉപയോഗിക്കുന്നത്. ഫസ്റ്റത്തെ കുറച്ച് പ്രാവശ്യമെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, ബട്ട് ഒക്കെ ഓക്കെ ആയിക്കോളും ഗൈസ്, ഓക്കെ ആയിക്കോളും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഞാൻ സൈനിങ് ഓഫ്. സബി ഓക്കെ. ഓ മുംബൈ.